സമാധാനം ഉണ്ടാക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തിൻ്റെ പുത്രന്മാരെന്ന് വിളിക്കപ്പെടും. ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനം ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവരെ, നമ്മുടെ കർത്താവായ യേശുക്രിസ്തു ഈ ഭൂമിയിൽ വന്നത് സമാധാനം ഉണ്ടാക്കുവാനാണ്. യേശു കർത്താവ് യോർദാൻ നദിയിൽ സ്നാനമേറ്റ ഉടനെ സ്വർഗം തുറന്നു, പിതാവിൻ്റെ ശബ്ദം പുറപ്പെട്ടു, ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവന് ചെവി കൊടുപ്പേൻ, ഇവങ്കൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. പിതാവാം ദൈവം പറഞ്ഞത്, യേശു എൻ്റെ മകനാണ്, യേശു എൻ്റെ പ്രിയപുത്രനാണ്, യേശുവിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. യേശുവിനെ നിങ്ങൾ സ്വന്തം രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ച ആളാണോ? അങ്ങനെയെങ്കിൽ വചനം പറയുന്നു, നിങ്ങൾ ദൈവത്തിൻ്റെ മകനാണ്. യേശുവിനെ സ്വീകരിച്ച നാം ഓരോരുത്തരും ദൈവത്തിൻ്റെ മക്കളാണ്. വിശ്വാസത്താൽ അതങ്ങനെയാണ്. എന്നാൽ പ്രവൃത്തി ഇല്ലാത്ത വിശ്വാസം നിർജ്ജീവമാണ്. എന്താണ് ദൈവപുത്രൻ്റെ ക്വാളിറ്റി? നമ്മുടെ കർത്താവിൻ്റെ കഷ്ടാനുഭവങ്ങളിലേക്ക് നാം ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയാൽ, യേശു കർത്താവ് ഈ ഭൂമിയിൽ സമാധാനമുണ്ടാക്കുവാനെടുത്ത ആയുധം താഴ്മയാണ്. യേശുവിൻ്റെ പോരിൻ്റെ ആയുധങ്ങളൊന്നും ജഡീകങ്ങളായിരുന്നില്ല. തന്നെ സംരക്ഷിക്കുവാൻ വാളെടുത്ത ശിഷ്യനോട് യേശു പറഞ്ഞത്, വാളെടുക്കുന്നവൻ വാളാൽ എന്നാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ കർത്താവിൻ്റെ ആയുധങ്ങൾ ദിവ്യ സ്വഭാവങ്ങളായിരുന്നു. താഴ്മ, സൗമ്യത, ക്ഷമ, സ്നേഹം. അതെ, നാം ആ പോർക്കളത്തിൽ കാണുന്ന അത് തന്നെയാണ്. യേശു കർത്താവ് സമാധാനമുണ്ടാക്കിയത് താഴ്ന്നു കൊടുത്തിട്ടാണ്. നിങ്ങളുടെ കുടുംബജീവിതത്തിൽ സമാധാനം ഇല്ലേ? വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകാത്തതുപോലെ, ഒത്തുപോകാത്തതുപോലെ അസമാധാനം കുടുംബത്തിൽ വാഴുന്നുണ്ടെങ്കിൽ, യേശുവിൽ വിശ്വസിക്കുന്ന നിങ്ങൾക്കിന്ന് പകൽ ശുശ്രൂഷയുണ്ട്. നിങ്ങൾ യേശുവിനെ ശ്രദ്ധിച്ചു നോക്കിയാൽ മതി. ഒരു കുടുംബത്തിലൊരു പ്രശ്നം ഉണ്ടായപ്പോൾ ആ പ്രശ്നം പരിഹരിക്കാൻ, ദൈവത്തിൽ നകന്നുപോയ സകല മനുഷ്യരെയും ദൈവത്തിലേക്ക് അടുപ്പിക്കാൻ, ഈ ഭൂമിയിലെ ഭാഷ പറഞ്ഞാൽ ഒരു വീട്ടിലെ ഗൃഹനാഥൻ സ്വർഗം വിട്ട് താഴേക്കിറങ്ങി തന്നെ താൻ താഴ്ത്തി, ക്രൂശിലെ മരണത്തോളം താഴ്ത്തി. താണു കൊടുത്താൽ ഒന്നും പോകില്ല കേട്ടോ, ഒന്നും പോകില്ല. താഴ്ന്നു കൊടുക്കുമ്പോൾ ചിലതൊക്കെ നഷ്ടപ്പെടുന്ന പോലെ തോന്നിയേക്കാം, പക്ഷേ ഒന്നും നഷ്ടപ്പെടില്ല. വല്ലാണ്ട് താണു കൊടുത്തു യേശു. സമാധാനം ഉണ്ടാക്കാൻ വേണ്ടിയായിരുന്നു. താഴ്മയുള്ളവർക്കവൻ കൃപ നൽകും, അധികം കൃപ നൽകും. താഴ്ന്നു കൊടുത്താൽ കൃപ വരും. താഴ്ന്നു കൊടുക്കുന്നവർക്കാണ് ഉയർച്ച വരുന്നത്. അതെ, തന്നെത്താൻ താഴ്ത്തുന്നവൻ ഉയർത്തപ്പെടും. അതുകൊണ്ട് അവൻ തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തേണ്ടതിന് ദൈവത്തിൻ്റെ ബലമുള്ള കൈക്കീഴിൽ താണിരിപ്പൻ. പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ കുടുംബജീവിതത്തിലെ ഇന്ന് പകൽ നിങ്ങൾ നേരിടുന്ന പ്രശ്നത്തെ അതിജീവിക്കാൻ, പരിഹരിക്കാൻ ഒരല്പം താണു കൊടുക്കാമോ? കർത്താവ് താണു കൊടുത്തു. ഒന്നും നഷ്ടപ്പെട്ടിട്ടില്ലെന്നേ. എല്ലാ നാമത്തിനും മേലായ നാമമാക്കി ദൈവം യേശുവിനെ ഉയർത്തി. ദൈവം കാണുന്നുണ്ടെന്നേ. ദൈവം എല്ലാം കാണുന്നുണ്ട്. അല്പം താണു കൊടുത്താൽ ലോകത്തിന് മുമ്പിൽ അല്പം താഴ്ന്നു പോയേക്കാം, വിലയിടിഞ്ഞു പോയേക്കാം. എന്നാൽ ദൈവസന്നിധിയിൽ നിന്റെ വിലയിടിയുകയില്ല. കാരണം ദൈവത്തിൻ്റെ രാജ്യത്തിൻ്റെ നിയമം തന്നെ അങ്ങനെയാണ്. താഴ്ത്തിയാൽ ഉയർത്തപ്പെടും. അതുകൊണ്ട് ഇന്ന് പകൽ പ്രിയപ്പെട്ടവരെ, സമാധാനം ഉണ്ടാക്കാനാണ് ദൈവം നമ്മെ വിളിച്ചത്. സമാധാനം നഷ്ടപ്പെടുത്തുന്ന പിശാചാണ്. നമ്മൾ പിശാചിൻ്റെ മക്കളല്ല, ദൈവത്തിൻ്റെ മക്കളാണ്. എന്തു വില കൊടുത്തും നിങ്ങളുടെ കുടുംബജീവിതത്തെ നിങ്ങൾ തിരിച്ചു പിടിക്കണം. എന്തു വില കൊടുത്തും നിങ്ങൾ സമാധാനമുണ്ടാക്കണം. അല്പം താഴ്ന്നു കൊടുത്താലും
ക്ഷമിച്ച് സ്നേഹത്തോടെ ഒന്ന് താഴേക്ക് ഇറങ്ങിയാലും ഒന്നും നഷ്ടപ്പെടാൻ പോകുന്നില്ല പ്രിയപ്പെട്ടവരെ. നിങ്ങളുടെ കുടുംബം പണിയപ്പെടും, നിങ്ങളുടെ കുടുംബം അനുഗ്രഹിക്കപ്പെടും. അങ്ങനെയാണ് സ്വർഗീയ കുടുംബത്തിലേക്ക് നാം പ്രവേശിച്ചത്. യേശു താഴ്ന്നു കൊടുത്തതുകൊണ്ടാണ്. അതുകൊണ്ട് ഇന്ന് പകൽ താഴ്ന്നു കൊടുക്കാം. സമാധാനം ഉണ്ടാക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തിൻ്റെ പുത്രന്മാർ എന്ന് വിളിക്കപ്പെടും. വചനത്തോടെ പ്രതികരിക്കാം. ദൈവം നമ്മെ ഓരോരുത്തരും ഈ പകൽ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.